അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒന്ന് രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ സജീവമായി ചർച്ച നിൽക്കുകയാണ് നമ്മുടെ മടവൂർ ഖാഫില, അതായത് സിറാജുദ്ദീൻ അഷ്റഫി എന്നറിയപ്പെടുന്ന കുബൂരി പുരോഹിതന്റെ ഭാര്യ പ്രസവാനന്തരം, വീട്ടിൽ നിന്നാണ് പ്രസവം നടന്നത്, പ്രസവാനന്തരം മരണപ്പെട്ടു. രക്തസ്രാവം മൂലമാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ മരണപ്പെട്ടു. മുസ്ലിയാർ പറഞ്ഞത് ശ്വാസം മുട്ട് കാരണമാണ് എന്നാണ്. എങ്ങനെയായിരുന്നാലും ഇദ്ദേഹം വീട്ടിൽ നിന്ന് ഈ രീതിയിൽ ഒരു കാര്യം ചെയ്യിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹം അതിലെ പ്രതിയാണ്, കുറ്റക്കാരനാണ്, അതിലൊരു സംശയവുമില്ല. അതിപ്പോൾ വലിയ രീതിയിൽ വിവാദമായപ്പോൾ നമ്മുടെ AP സമസ്തയുടെ മുസ്ലിയാക്കന്മാർ മെല്ലനെ ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഞങ്ങളിതാ ഈ മൂലയിലൂടെ അങ്ങോട്ട് പോകുന്നു, ആരും ഞങ്ങളെ ഒന്നും പറയരുത്, ഞങ്ങൾ ഇദ്ദേഹത്തെയൊക്കെ പണ്ടേ എതിർത്തതാണ്, ഞങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഇങ്ങനെ പ്രസവവും കാര്യങ്ങളൊക്കെ ഇന്ന് ഹൈടെക്കാണ്, വലിയ ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നമ്മുടെ ഉസ്താദുമാരും നേതാക്കന്മാരും ആളുകളൊക്കെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയാണ് പോകാറുള്ളത്, അവിടെ ഓപ്പറേഷൻ നടക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രസംഗിക്കുന്നത്. അതല്ലാതെ ഞങ്ങളാരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല, നിങ്ങളൊക്കെ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മെല്ലനെ ഞങ്ങളൊന്നും അറിഞ്ഞില്ല അമ്മാവാ എന്ന രീതിയിൽ മെല്ലനെ തടിയൂരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നടക്കൂല കുബൂരികളെ, നിങ്ങൾക്ക് അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ പറ്റൂല. നിങ്ങൾ അപ്പൂപ്പൻ കാന്തപുരം അടക്കമുള്ള മുസ്ലിയാക്കന്മാർ സമൂഹത്തോട് എന്താണ് പറഞ്ഞു വെച്ചത് എന്ന് നിങ്ങളുടെ നേതാക്കന്മാരുടെ ആളുകളുടെ അണ്ണാക്കിൽ നിന്ന് തന്നെ വരുന്നത് നിങ്ങളെ ഞാൻ കളിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞു വെച്ചത് എന്ന്. മഞ്ഞക്കുളം മാല, മറ്റില്ല മാല, ആ മാല, ഈ മാല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ മാലകളുണ്ട്, നൂലാമാലകൾ. ആ നൂലാമാലകൾക്ക് പുറമെ വിത്തിലും മന്ത്രിച്ച് ഊതി കൊടുത്തിട്ടൊക്കെ പ്രസവിപ്പിച്ചിട്ടില്ലേ? അങ്ങനെയൊക്കെ തന്നെയാണല്ലോ പ്രസവിക്കേണ്ടത്. എന്തിനാ ഓപ്പറേഷൻ? എന്തിനാണ് വെട്ടുന്നത്? എന്തിനാണ് തയ്ക്കുന്നത്? ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. എന്ത് പറ്റി? ഇപ്പോൾ ഈ ചങ്ങായിനെ കുറിച്ചിട്ട്, ആരെക്കുറിച്ചിട്ട്? ഈ കുബൂരിയെ കുറിച്ചിട്ട്, ഏത് മടവൂർ ഖാഫില എന്ന് പറയുന്ന ദജ്ജാലിനെ കുറിച്ചിട്ട് ഇവരുടെ സിറാജ് ഡെയിലി സിറാജ് എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ജുഹയിൽ വന്ന ഒരു കാര്യമാണ് ഇത്. എന്താണിത്? സമസ്ത വിലക്കേർപ്പെടുത്തിയ മടവൂർ ഖാഫില എന്ന വ്യാജ ആത്മീയ സംഘത്തിലെ നേതാവാണ് സിറാജുദ്ദീൻ. ഏതിൽ? വ്യാജ ആത്മീയ. ഒറിജിനൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, പകര ബാപ്പൂട്ടി മുസ്ലിയാർ, മുള്ളൂർക്കര സക്കാഫി, അലവി സക്കാഫി, വഹാബ് സക്കാഫി, പേരോട് സക്കാഫി തുടങ്ങിയ നേതാക്കന്മാർ വ്യാജത്തിൽ ഈ പറയുന്ന സാധനം, ഈ സാധനം ഇപ്പോൾ എന്താണ്? പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വ്യാജനാണ്. ഞങ്ങൾ പുറത്താക്കിയതാണ്, സമസ്ത പുറത്താക്കിയാൽ പിന്നെ പോയി. സുന്നത്തമായതുമായിട്ട് ബന്ധമില്ല, വ്യാജനാണ്, വ്യാജസിദ്ധനാണ്, ഒക്കെയാണ്. അങ്ങനെ ചങ്ങായി പുറത്താണല്ലോ. അത് പുറത്ത് പോയി കഴിഞ്ഞാലും അകത്തുണ്ടായി കഴിഞ്ഞാലും ആ ചങ്ങായി പറഞ്ഞ കാര്യം തന്നെ നിങ്ങളും ചെയ്യുന്നത്. നിങ്ങളെ മുസ്ലിയാക്കന്മാർ ഡയറക്റ്റ് മൈക്കിലൂടെ ഛർദ്ദിച്ചു. ഈ മുതൽ എന്താക്കിയെന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിൻ്റെ അടുക്കളയിൽ പോയി, അവിടെ പോയിട്ട് അവിടെ കിടക്കുന്ന കളവന്മാരുടെ തൊണ്ടയിൽ കൈയിട്ടിട്ട് പലതും CM മടവൂരിൻ്റെതാണ് എന്ന രീതിയിൽ ഛർദ്ദിച്ച്. കഫം പെര കുടിച്ച കഥ കേട്ടിട്ടില്ലേ? CM മടവൂർ കഫം കുടിച്ച കഥയെല്ലാം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് അതങ്ങനെ യൂട്യൂബ് പോയി കുബൂരികളുടെ ഓരോ കുബൂരികൾക്കും ഇതാ പിടിച്ചോളൂ, ഇതാ പിടിച്ചോളൂ, ഇതാണ് കറാമത്ത്, ഇത് വിശ്വസിച്ചോളൂ, ഇത് വിശ്വസിച്ചാലേ പറ്റൂ, ഇങ്ങനെ വിശ്വസിച്ചാൽ മാത്രമേ സുന്നത്ത് ജമാഅത്താവൂ എന്ന രീതിയിൽ സമൂഹത്തെ പറഞ്ഞ് ആളുകൾ വിശ്വസിക്കണമല്ലോ. അതിനുവേണ്ടി വഹാബിയെ പോലും എന്താണ് ഈ ഖുറാഫിയാക്കി. ചില വഹാബികൾ വഹാബിസം വിട്ട് ഖുറാഫിസത്തിലേക്ക് വന്നു എന്ന് വരെ ഈ ദജ്ജാൽ സമൂഹത്തിന് മുന്നിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ് നിങ്ങളുടെ നേതാക്കന്മാരും പറഞ്ഞിട്ടുള്ളത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ ലോകം നിയന്ത്രിക്കുന്ന CM മടവൂരാണെന്ന് പറഞ്ഞു. ഇദ്ദേഹവും ആ കാര്യം തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഒരുപാട് കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് പകര ബാപ്പൂട്ടി മുസ്ലിയാരും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള നേതാക്കന്മാർ സമൂഹത്തിന്റെ മുന്നിൽ ഛർദ്ദിച്ചു പലതും. ആ പറഞ്ഞ കാര്യം വേറൊരു രീതിയിലൂടെ വേറൊരു കോലത്തിൽ ഇദ്ദേഹവും കൊണ്ടുവന്നു. ചെയ്തതെന്താണ്? എല്ലാവരും ഒരേ കാര്യം തന്നെയാണ്. പ്രസവവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ തന്നെ പ്രസവിക്കണം, വീട്ടിൽ പ്രസവിപ്പിക്കണമെന്നും അതിന് വേണ്ട കാരണങ്ങൾ എന്തൊക്കെയാണോ പറഞ്ഞത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണോ പറഞ്ഞത്, ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളെ നേതാക്കന്മാരും ചെയ്തത്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളെ നേതാക്കന്മാരും പറഞ്ഞു വെച്ചിട്ടുള്ളത്. നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾ നിഷേധിക്കുകയാണ് എങ്കിൽ നിങ്ങൾ നിഷേധിക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് ഒരു വലിയ സമ്മേളനം വിളിക്കുക. സമ്മേളനത്തിൽ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ഇന്നേ വരെ പറഞ്ഞ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇന്നേ വരെ പറഞ്ഞ ആത്മീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെ ഞങ്ങൾ ഇതാ പിൻവലിച്ചിരിക്കുന്നു. ഞങ്ങളിനി മുതൽ ഖുർആനും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളല്ലാത്ത എല്ലാ കാര്യങ്ങളും പിൻവലിച്ചിരിക്കുന്നു. അതിനൊന്നും ഞങ്ങളിനി ഉത്തരവാദികളല്ല. ആരും അതൊന്നും ചെയ്യരുതേ, ആരും അതൊന്നും വിശ്വസിക്കരുതേ. പണ്ട് മാലകളുണ്ടായിരുന്നു, 313 കുറേ വകകളുണ്ടല്ലോ. ആ വകകളുമായി ബന്ധപ്പെട്ട് ഒരു
പിന്നെ സംവാദവുമായി ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ ഇരിക്കുകയും അവിടെ നിഷ്പക്ഷരായ സാധാരണക്കാരായ നാട്ടുകാരായ ആളുകൾ അവിടെയുള്ള പ്രായമുള്ള ഒരു ഉമ്മുമ്മ ചെല്ലുന്ന കിതാബാണ് സെബീന കിതാബ് എന്ന് പറഞ്ഞ ഒരു സാധനം കൊണ്ടുവന്നു. ആ സാധനം കൊണ്ടുവന്ന സമയത്ത് അലവി സക്കാഫി അല്ലറി നിലവിളിച്ചുകൊണ്ട് പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ, എന്നതുപോലെ ഇത് നിങ്ങളൊന്ന് പറ, മനസ്സിലായല്ലോ, അപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമാകുക. അല്ല എങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാർ ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്? ഈ പറയുന്ന നൂലാമാലകളൊക്കെ, കുറേ മാലകളുണ്ടല്ലോ, അങ്ങനെ നൂലാമാലകളൊക്കെ ചെല്ലിയിട്ടാണ്, ബദർമാലയും കുതിർമാലയും അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ, ആ സാധനങ്ങളൊക്കെ ചെല്ലിയിട്ടാണ് ഈ കാണുന്ന ആളുകളൊക്കെ പ്രസവിച്ചത്. ഇയാളെയും പ്രസവിച്ചത് അങ്ങനെയാണ്. പണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പല ആളുകളും വീട്ടിൽ നിന്നാണ് പ്രസവിക്കാറുള്ളതെന്ന് വയറ്റാട്ടി അങ്ങനെ എന്തോ പറയാറുണ്ട്. അങ്ങനെ ഈ പ്രസവം എടുക്കുന്ന ആളുകൾ വരും, അവരാണ് ഇങ്ങനെ ചെയ്യാറുള്ളത്. അത് സാധാരണ നടക്കാറുള്ളതാണ്. ചില അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. അതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ പുറത്തുപോയി ഡോക്ടറെ കാണാനോ അങ്ങനെ ചില സൗകര്യങ്ങളൊന്നും ഉണ്ട്. പക്ഷേ ഇവർ അതിൻ്റെ മറവിൽ എന്താണ് കാര്യങ്ങൾ പറഞ്ഞത്? ഇങ്ങനെയുള്ള മാലകളും മൗലൂദുകളും കാര്യങ്ങളും ഒക്കെ ചെല്ലിയത് കൊണ്ടാണ് അവർ സുഖപ്രസവം നടത്തിയത്, എത്തിലയിലൊക്കെ മന്ത്രി ചൂതി കൊടുത്തുകൊണ്ടാണ് സുഖപ്രസവം നടത്തിയത് എന്നൊക്കെ പറഞ്ഞ ടീമാണ്. ഇപ്പോൾ പറഞ്ഞു ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അമ്മാവാ, ഞങ്ങൾ ഇതൊന്നും പറഞ്ഞില്ല അമ്മാവാ, ഇങ്ങനെ വ്യാജസിദ്ധന്മാർ പലതും പറഞ്ഞിട്ടുണ്ട് അമ്മാവാ, അതുകൊണ്ട് ഞങ്ങൾ ഇതൊന്നും ഉത്തരവാദിയല്ല അമ്മാവാ എന്ന് പറഞ്ഞിട്ട് അമ്മാവൻ പണിയെടുത്തിട്ട് മെല്ലെ മുങ്ങാനുള്ള പരിപാടിയാണ് മുസ്ലിയാക്കന്മാർ. നടക്കൂല മുസ്ലിയാക്കന്മാർ. നിങ്ങളെ മുള്ളൂർക്കര സക്കാഫി എന്ന് പറയുന്ന സാമി ജിയെ ഔലിയ ജി ആക്കാൻ ശ്രമിച്ച മുസ്ലിയാർ തന്നെ പറയട്ടെ. നമ്മുടെ നാട്ടിൽ പഴയ കാലം എന്ന് പറഞ്ഞാൽ ഒരു 40 കൊല്ലം മുമ്പേ നിങ്ങളുടെ ഈ മൈലാമ്പാടത്തും മണ്ണാർക്കാടും കോട്ടോപ്പാടത്തും ഇതിന് ചുറ്റുഭാഗത്തുള്ള സകല സ്ഥലങ്ങളിലും മുസ്ലിമീങ്ങൾ ചെയ്തിരുന്ന ഏർപ്പാടെന്താണെന്നറിയോ? ആ പ്രസവവേദനയുള്ള പെണ്ണിനെ ട്രീറ്റ് ചെയ്യാൻ തൊട്ടടുത്ത അയൽപക്കത്തിലുള്ള പെണ്ണുങ്ങൾ വരും. വേറെ ഒരു പെണ്ണ് പൊതുവെടുത്തിട്ടങ്ങ് ചെന്നിട്ട് അവിടെ ഇരുന്നിട്ട് മൗലിദ് കിതാബ് എടുത്തിട്ട് ബദരീങ്ങളെ വിളിക്കോ ബിസ്മിൽ മുഹൈമിനി അബ്തദി ഇംലാഹി വബിഹംദിഹി ശുക്റൻ അലൽ നിഅമായി. ബദർ ബൈത്ത് ചൊല്ലിയിട്ടും പെണ്ണിന്റെ പ്രസവ വേദന വൈകിപ്പോയാലോ ഡോക്ടറെ വിളിക്കും, അങ്ങനെയാണോ? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, അങ്ങനെയാണോ? വണ്ടി വിളിക്കും, എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, അങ്ങനെയാണോ? അല്ല, പിന്നെയോ? അവിടെ നഫീസത്ത് മാല ചെല്ലും, മഞ്ഞക്കുളം മാല ചെല്ലും, മുഹയ്യദ്ദീൻ മാല ചെല്ലും, റിഫായി മാല ചെല്ലും. ഇത് ചെല്ലിക്കഴിയുമ്പോഴേക്കും റാഹത്തായി പെണ്ണ് പ്രസവിക്കും. ഇപ്പോഴോ മുസ്ലിയാക്കന്മാരെ കുന ശബ്ദത്തിൽ ഇങ്ങനെ പ്രസംഗം കേട്ടതല്ലേ? നിങ്ങൾക്ക് ഇയാൾ തള്ളാൻ പറ്റുമോ? ഇയാൾ പറഞ്ഞതല്ലേ? ഇനി അടുത്ത ഒരു ഓപ്പറേഷനും വേണ്ട, ഒരു സിസേറിയനും വേണ്ട, ഒരു ബോധം കെടുത്തലും വേണ്ട, ഒരു കട്ടിങ്ങും വേണ്ട, ഒരു സ്റ്റിച്ചിങ്ങും വേണ്ട. പെണ്ണ് പ്രസവിക്കും. ഓപ്പറേഷൻ വേണ്ട, കട്ടിങ്ങും വേണ്ട, ഒന്നും വേണ്ട, പെണ്ണ് പ്രസവിക്കും. എന്താ വേണ്ടത്? കുറേ മാലകളുണ്ടല്ലോ, നൂലാമാലകൾ. ആ നൂലാമാലകൾ ചെല്ലിയാൽ വളരെ സുഖസുന്ദരമായി ബദ്രീങ്ങളെയൊക്കെ വിളിച്ചിട്ട് ബദർമാലയൊക്കെ ചെല്ലിയിട്ട് നടക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന നബീസത്തിനെയും ഗബീസത്തിനെല്ലാം വിളിച്ചോളാം. എന്തിനി? അവർ വയറ്റാട്ടികളല്ല, പക്ഷെ അവരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ സുഖസുന്ദരമായി പ്രസവിക്കും. അതിൽ ഓപ്പറേഷൻ വേണ്ട, മുറിക്കൽ വേണ്ട, ഒന്നും വേണ്ട. വേണ്ടുള്ളൂ കേട്ടോ, അല്ലാതെ കട്ടും കിട്ടുമൊന്നും വേണ്ട. പ്രസവിച്ചിട്ടുണ്ട്. എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, ആശുപത്രിയിലൊന്നല്ല എന്നെ പ്രസവിച്ച്, മൊയ്തീമാലി റിഫായി മാലി ചെല്ലിയിട്ട് എന്നെ പ്രസവിപ്പിച്ചത്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉമ്മമാരെ, അങ്ങനെ മൊയ്തീമാലി റിഫായി മാലി മഞ്ഞക്കുളം മാലിയും വെറ്റില മന്ത്രിച്ചു കൊടുത്തിട്ടൊക്കെ പെണ്ണിന് പ്രസവിച്ചിട്ടാണ് നമ്മളെ ഉസ്താദുമാർ, ഈ കാണുന്ന കാരണന്മാരൊക്കെ അങ്ങനെ പ്രസവിച്ചിട്ടുണ്ടായവരെന്നെ. കൃത്യമാണല്ലോ. അപ്പോ എനിക്ക് തള്ളി പറയാൻ പറ്റുമോ? ഇനി വെറ്റിലയും കിത്തിലേക്ക് പറഞ്ഞല്ലോ, നമുക്ക് വെറ്റില മന്ത്രി ചൂതുന്ന കാര്യമുണ്ടല്ലോ. അയാൾ പറഞ്ഞല്ലോ വെറ്റില മന്ത്രി ചൂതി കൊടുത്തിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ്. വെറ്റില മന്ത്രി ചൂതി കൊടുക്കാൻ ആരാണ് പറഞ്ഞു കൊടുത്തത്? ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖുന കാന്തപുരം തിരുവടികൾ, ശ്രീ കാന്തപുരം തിരുവടികളാണ് പറഞ്ഞു കൊടുത്തത്. നിഷേധിക്കാൻ പറ്റുമോ? ആര്? ഇങ്ങനെയില്ല ആരെങ്കിലും അല്ല പറയുന്നത്. നിങ്ങളുടെ മുനീർ ബാക്കവി തന്നെ പറയട്ടെ. കാന്തപുരം ഉസ്താദ് പകരബാപ്പുട്ടി മുസ്ലിയാരുടെ ഭാര്യ പ്രസവിക്കാറുള്ളത് വീട്ടിൽ നിന്നാണ്. പല മുസ്ലിയാക്കന്മാരുടെയും ഭാര്യമാർ പ്രസവിക്കാറുള്ളത് വീട്ടിലാണ്. മനസ്സിലായി? ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഇല്ല, ഒരുപാട് പൈസയാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലാണ്. അതിന് വീട്ടിൽ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പ്രസവവേദന വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല, മഞ്ഞക്കുളം മാല, മറ്റേ മാല, നൂലാമാലകൾ, അതേപോലെ വെറ്റില മന്ത്രിച്ചു കൊടുക്കുക. വെറ്റില മന്ത്രിച്ചു കൊടുക്കാനൊക്കെ ആരാ പറയുന്നത്? ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി ശ്രീമാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തിരുവടികൾ. അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം പറഞ്ഞുതരും, മുനീർ ബാക്കവി പറഞ്ഞുതരും.
മുഹമ്മദ് ഹസനി നമ്മളുടെ പകര ഉസ്താദിന്റെ ഭാര്യ ഇന്ന് വരെ ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ചിട്ടില്ല. എല്ലാ പ്രസവവും പകരന്റെ ഭാര്യ വീട്ടിൽ നിന്നാണ്. അപ്പൊ പകരന്റെ ഒരു സുഹൃത്തുണ്ട്, അയാൾ പറഞ്ഞു എന്റെ ഭാര്യയെയും ഞാൻ വീട്ടിൽ നിന്ന് പ്രസവിപ്പിക്കും. അപ്പയാണ് പകരന്റെ ഭാര്യയും ഈ പെണ്ണും ഒപ്പം ഗർഭിണിയാണ്. പകര ഉസ്താദിന്റെ ഭാര്യ പ്രസവിച്ചു, ഈ പെണ്ണ് പെറ്റിട്ടില്ല. അവനിക്ക് വല്ല ബേജാറ് തുടങ്ങി. അപ്പയാണ് എപ്പി ഉസ്താദ് അവിടെ ചാലിയത്ത് വരുന്നത്. പകര ഉസ്താദ് പറഞ്ഞു സങ്കടം, എന്റെ ഒരു സുഹൃത്ത് എന്റേത് കണ്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ വീട്ടിൽ നിർത്തിയ ഒരു പെണ്ണുണ്ട്, അവൾക്ക് ഇതുവരെ പ്രസവവേദന വന്നിട്ടില്ല ഉസ്താദ്. അങ്ങനെ കാന്തപുര ഉസ്താദ് വയറ്റാട്ടിയായി പ്രസവം എടുക്കാൻ വേണ്ടി വരികയല്ല ചെയ്തത്. കേട്ടോ ബാക്കി. എപി ഉസ്താദ് പറഞ്ഞു അതിന് ബേജാറാവണ്ട, നല്ല 3 വെറ്റില എടുത്തിട്ട് നമ്മളെ വയസ്സന്മാര് മുറുക്കുന്ന വെറ്റിലയില്ലേ, ആ വെറ്റില എടുത്തിട്ട് മഷിയില്ലാത്തൊരു പേന കൊണ്ട് അതിൽ എഴുതണം ഒറ്റ അക്ഷരത്തിൽ ഇദസ്സമാഉൻ ശഖത്ത് വഅദിനത് ലിറബ്ബിഹാ വഹഖത്ത് വഇദൽ അർളു മുദ്ദത്ത് വഅൽഖത് മാ ഫീഹാ വഅൽഖത് മാ ഫീഹാ വഅൽഖത് മാ ഫീഹാ. ആ സെന്റൻസ് കൊണ്ട് വെറ്റില അങ്ങ് പൂർത്തിയാക്കണം. അങ്ങനെ ഒരു വെറ്റില ചവച്ചിറക്കാൻ കൊടുക്കണം. 1 മണിക്കൂർ കഴിഞ്ഞ് രണ്ടാമത്തതും കൊടുക്കണം, മൂന്നാമത്തതും കൊടുത്തു. ഈ 4 മണിക്കൂറിന്റെ ഉള്ളില് പ്രസവിക്കുന്നതാ. കേട്ടല്ലോ, അങ്ങനെ പ്രസവിക്കുന്ന പറഞ്ഞത്. വെറ്റിലയിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്രസവിക്കും. പ്രസവ വേദന ഇല്ല എങ്കിൽ പ്രസവവേദന വരും, സുഖസുന്ദരമായി പ്രസവിക്കും. പ്രസവവേദന ആ പ്രയാസങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ്. അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്കൊന്നല്ല പോകേണ്ടത്. ഇതൊക്കെ വിശ്വസിച്ചില്ലെങ്കിലോ? നിങ്ങൾ ഇതൊന്നും വിശ്വസിച്ചില്ല, ഇങ്ങനെ ഇതൊക്കെ വ്യാജ ആത്മീയതയാണ് എന്ന് പറഞ്ഞാലോ എന്താണ് സംഭവിക്കുക? മുസ്ലിയാരെന്നെ പറഞ്ഞു, ഇത് വിശ്വസിക്കുന്നവനാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. കേട്ടല്ലോ, ഇതൊക്കെ വിശ്വസിക്കുന്നവനാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അല്ലാത്തവനോ? അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റേ സാധനത്തിനെ, മടവൂർ കാഫിലക്കാരനെ തള്ളി പറയാൻ വേണ്ടി പറ്റൂല. നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞതാണ്. ഇനി മുനീർ ബാക്കവി അയാള് ഞങ്ങൾ അങ്ങനെ എല്ലാവരും അങ്ങനെ പലതും പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ സാക്ഷാൽ പേരോട് അന്തർമാനെ ഞാൻ കൊണ്ടുവരാം. പേരോട് അന്തർമാൻ ഇതേ കാര്യം വേറെ രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. അവിടെയും ഹീറോ ആരാണ്? ഔലിയ ആരാണ്? കുനകുന തന്നെയാണ്. കുനകുന തന്നെയാണ് ഇതും പറഞ്ഞു കൊടുക്കുന്നത്. കേട്ടോ കുനകുന പറഞ്ഞ കാര്യം. ഇതും കൊടുക്കട്ടെ. ഉസ്താദ് പറഞ്ഞു തന്ന ഒരു പരിപാടിയുണ്ട്. ഞാൻ പറഞ്ഞു ഒരു വെറ്റില വാങ്ങുക, ആ വെറ്റില നന്നായിട്ട് കഴുകി ഇവിടെ 3 അല്ല കേട്ടോ, 1 ആണ്. ആ വെറ്റിലയുടെ മേലെ ഈർക്കിലി എടുത്തിട്ട് മഷിയില്ലാത്ത പെണ്ണല്ല, അക്ഷരത്തിൽ എഴുതുക. ഇദസ്സമാഉൻ ശഖത്ത് എന്ന സൂറത്തിന്റെ തുടക്കം എഴുതുക, വഅൽഖത് മാ ഫീഹാ വരെ എഴുതുക. എഴുതി കഴിഞ്ഞാൽ വെറ്റില മേലെ പിന്നെയും സ്ഥലം ബാക്കിയുണ്ടാവും. ബാക്കിയുള്ള സ്ഥലത്ത് മുഴുവനും വഅൽഖത് മാ ഫീഹാ വഅൽഖത് മാ ഫീഹാ വഅൽഖത് മാ ഫീഹാ എന്നിങ്ങനെ എഴുതി നിറക്കുക. എന്നിട്ട് ആ വെറ്റില ആ പ്രസവ വേദന കിട്ടുന്ന സ്ത്രീക്ക് കൊടുക്കുക. അവളത് ചവച്ചിട്ട് അതിന്റെ പിണ്ടി തുപ്പിക്കളി ആ നീരിറക്കുക. അങ്ങനെ ചെയ്തോളൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല വിഷമമൊന്നുമില്ലാതെ വെറ്റില കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രസവിപ്പിച്ചാൽ വളരെ സന്തോഷം. പ്രസവിച്ചിട്ട് വിളിക്കുക അറിയാം. കുറച്ച് കഴിയുമ്പോ എന്റെ കൂടെയുള്ള ഇശാഖ് സഖാഫിയെ വിളിച്ചിട്ട് പറഞ്ഞു, വെറ്റില തിന്നലും പ്രസവിക്കലും, വെറ്റിലയുടെ നീരിയത്തിലും പ്രസവിക്കലും ഖുർആനിന്റെ ബർക്കത്താ. ഖുർആനിന്റെ ബർക്കത്താണ്, അതൊരു താങ്ങല. മനസ്സിലായല്ലോ? ഇവരുടെ പരിപാടിയൊക്കെ എങ്ങനെയാണ്? മുസ്ലിയാരുടെ കറാമത്താണ് ഇതൊക്കെ. കാന്തപുര ഉസ്താദ് പറഞ്ഞ ടെക്നിക്കാണ് ഇതൊക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകാണ്ടും ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഒടുക്കം പറയാം ഞങ്ങളൊന്നും അറിഞ്ഞില്ല അമ്മാവാ. എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത്, എന്തിനാ ഓപ്പറേഷൻ ചെയ്യുന്നത്, എന്തിനാ വെട്ടുന്നത്, എന്തിനാ മുറിക്കുന്നത്, എന്തിനാ തരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച ടീമാണ് ഇപ്പം പറയുന്നത് ഞങ്ങളൊന്നും അറിഞ്ഞില്ല അമ്മാവാ, മറ്റവൻ വ്യാജനാണ്, വ്യാജസിദ്ധനാണ്, വ്യാജ ആത്മീയ കേന്ദ്രമുണ്ടാക്കിയവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടവരെ അങ്ങോട്ടേക്ക് തള്ളിപ്പറഞ്ഞ് ഇവരൊക്കെ നല്ല മുസാഫിൻ്റെ ഒറ നടക്കൂല. കുബൂരികളെ നടക്കൂല. നിങ്ങളെ പല മുസ്ലിയാക്കന്മാരും കോട്ട് സക്കാഫ് അടക്കമുള്ള പല മുസ്ലിയാക്കന്മാരും ഇപ്പോൾ തടിയൂരാൻ നോക്കുന്നുണ്ട്. നിങ്ങളൊക്കെ തലയിൽ തന്നെ ഞങ്ങൾ കെട്ടിത്തരും. മനസ്സിലായില്ല? ആണിയടിച്ച് തലയിൽ തറപ്പിച്ച് തരും. എന്താ വിചാരിച്ചത് നിങ്ങൾ? ഇങ്ങനെ വേ അങ്ങ് പോകാമെന്ന് ഈ ഉമ്മത്തിനെ പറ്റിച്ചിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല അമ്മാവ എന്ന് പറഞ്ഞ് മുങ്ങാന്നെന്നാണോ വിചാരിച്ചത്? നിങ്ങളെ വിടൂല ഞങ്ങൾ. നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ എന്തൊക്കെ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ടോ ആ പ്രചരിപ്പിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവരും. ഇത് നിങ്ങളുടെ തലയിൽ തന്നെ ഞങ്ങൾ കെട്ടിവെച്ച് തരും.
സുഹൃത്തുക്കളെ, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇവരിപ്പോൾ തള്ളിപ്പറഞ്ഞു തുടങ്ങി, പലതും തള്ളിപ്പറഞ്ഞു തുടങ്ങി. പല മുസ്ലിയാക്കന്മാരും പലതും തള്ളിപ്പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന കൂടാരം വിട്ടോ, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇപ്പം മുസ്ലിയാക്കന്മാർ അയച്ചങ്ങൈനെ പറഞ്ഞ് തടി വരുന്നുണ്ട്. പല ആളുകളെയും ഇതേ പരിപാടി തന്നെയാണ് ആരെടുക്കുന്നത്? ഈ പറയുന്ന കാന്തപുരം അടക്കമുള്ള മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ച അതേ പരിപാടി തന്നെയാണ് ഒരു തങ്ങളുണ്ടല്ലോ, നാറ്റക്കോയ, ആ ദജ്ജാലും ഇതേ പണി തന്നെയാണ് എടുക്കുന്നത്. പക്ഷെ അദ്ദേഹം സുന്നത്ത് ജമാഅത്തിന് പുറത്ത്, അത് വ്യാജൻ, അത് കപടൻ, ജനങ്ങളെ പറ്റിക്കുന്നവൻ. എന്നാലോ കാന്തപ്പൻ നല്ല സുന്നത്ത് ജമാഅത്തിന്റെ നേതാവ്, അതുപോലെ തന്നെ മുള്ളൂർക്കര നേതാവ്, പകര സുന്നത്ത് ജമാഅത്തിന്റെ വലിയ ആയുധം. നിങ്ങളെ ഈ പുരോഹിതന്മാർ ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളോട് ദേഷ്യം പിടിച്ചിട്ടൊന്നും കാര്യമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു സത്യമായി മനസ്സിലാക്കുവാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.